ഈ മെനപ്പോസിന് ശേഷം ശരിക്കും സ്ത്രീകൾക്ക് കാൽഷ്യം ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. മെനപ്പോസിന് ശേഷം അതിൻ്റെ ആവശ്യകത കൂടുതലാണ് എന്നുള്ളതാണ്. കാരണം ഈസ്ട്രജൻ്റെ കണ്ടന്റ് മീൻസ് അളവ് കുറയുമ്പോൾ, ഹോർമോൺ കുറയുമ്പോൾ മെനപ്പോസിന് ശേഷം ഈ കാൽസ്യം, വൈറ്റമിൻ ഡി പോലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് കൂടുതലായിട്ട് ആവശ്യമുണ്ട്. കാരണം ഈസ്ട്രജൻ്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലിൻ്റെ ബലം കുറയാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിലാണ് കാൽസ്യത്തിൻ്റെ അളവും വൈറ്റമിൻ ഡിയുടെ അളവൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കോമൺലി മെനപ്പോസ് ഒരു സ്ത്രീകൾക്ക് ഒരു 40 വയസ്സിന് മേളിലാകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും കാൽസ്യത്തിൻ്റെ സപ്ലിമെൻറ്റ്സും വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സ് ഒക്കെ കൂടുതൽ എടുക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നത്. കാരണം ആ സമയത്താണ് ഈസ്ട്രജൻ്റെ അളവ് ശരീരത്തിൽ കുറയുന്നത്. ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ എല്ലുകൾ ദുർബലമാകാനുള്ള സാധ്യതയുണ്ട്. സോ പീരീഡ്സിൻ്റെ, അതായത് നമ്മളുടെ ഈ മെനാർക്ക് മുതൽ മെനപ്പോസ് വരെയുള്ള ആ സമയത്തേക്കാൾ കൂടുതൽ ആവശ്യമാണ് മെനപ്പോസ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് സ്ത്രീകൾക്ക് കാൽസ്യത്തിൻ്റെ അളവും വൈറ്റമിൻ ഡിയുടെ അളവും. സോ മെനപ്പോസിന് ശേഷം കാൽസ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, കാൽസ്യം ആവശ്യമുള്ളതാണ്. കാൽസ്യം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യമാണ്. സോ അതിന് മെനപ്പോസോ മെനാർക്കോ ഒരു പ്രത്യേക ലിമിറ്റ് ആവുന്നില്ല.